വെൽക്കം ടു അങ്കിൾ ടോമറ്റീസ്. ഇന്ന് NH-66 എക്സ്പാൻഷൻ തുറവൂർ മുതൽ അരൂർ വരെയുള്ളതാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് ലേറ്റസ്റ്റായിട്ട് ഫെബ്രുവരി അവസാനം എടുത്ത വീഡിയോയാണ്. ടോട്ടൽ 12.75 കിലോമീറ്ററാണ്. അത് പുതിയതായിട്ട് കുറച്ചുകൂടി 450 മീറ്റർ കൂടി എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള പരിപാടിയുണ്ട് തുറവൂർ ഏരിയയിൽ. അപ്പോഴത്തേക്കും 13 കിലോമീറ്റർ കൂടുതലാവും. 2200 കോടി രൂപയുടെ പ്രൊജക്റ്റാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ എലിവേറ്റഡ് ഹൈവേ ആണ്. കൊച്ചിയും ആലപ്പുഴയ്ക്കും ഇടയിലുള്ള ട്രാഫിക് സുഗമമാക്കാൻ വേണ്ടിയാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത്. കൂടുതലും ഒറ്റ തൂണിലാണ് 6 ലൈൻസ് ട്രാഫിക് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. റൈഡ്സിന് ഇപ്പോൾ സേഫ്റ്റി ഓഡിറ്റ് നടത്തുന്നുണ്ട്. അപകടങ്ങൾ അടിക്കടി ഉണ്ടായതുകൊണ്ട് അതിൻ്റെ ഗ്രൈഡർ കൊളാപ്സ് ഉണ്ടായതുകൊണ്ടും അതുവഴി മരണം ഉണ്ടായതുകൊണ്ടും ആണ് 2548 ഗർഡറുകൾ സ്ഥാപിച്ചു. 14 ഗർഡറുകൾ കൂടി സ്ഥാപിക്കാനുണ്ട്. KSEBിയുടെ 11 kV ലൈൻ മാറ്റി സ്ഥാപിക്കേണ്ടി വരും. അപ്പോഴത്തേക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ. ടോട്ടൽ അത് 1000-ലേറെ ദിവസം വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. 80% വർക്ക് അതിന് കംപ്ലീറ്റ് ആയതെന്ന് പറയാം. ഏപ്രിലിൽ ഇനാഗുറേഷനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. മിക്കവാറും ഈ വർഷം അവസാനം ആയേക്കാം. മഴ, അപകടങ്ങൾ, നാട്ടുകാരുടെ സമരം, സാധനങ്ങളുടെ ലഭ്യത കുറവ്, അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ കൊണ്ടാണ് നീണ്ടുപോകുന്നത്. തുറവൂർ ജംഗ്ഷനിൽ വികസനം തടയുമെന്നതിനാൽ 450 മീറ്റർ കൂടി നീളം കൂട്ടി. ഒറ്റ തൂണിൽ 24.5 മീറ്റർ വീതിയുള്ള 6 വരി പാതയാണ്. ടോട്ടൽ ഹൈവേയുടെ വീതി 27 മീറ്ററാണ്. മേളിലെ താഴെ വളരെ സുഗമമായിട്ട് 3 ലൈൻ ട്രാഫിക്കും 3+6 ലൈൻ ട്രാഫിക്കും പറ്റും. ബസ് ബേ ഉണ്ടാകാൻ പറ്റും, സൈക്കിൾ ട്രാക്ക് ഉണ്ടാക്കാൻ പറ്റും, പെഡസ്ട്രിയന് നടപ്പാത ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ആവശ്യം പോലെ സ്ഥലം ഉണ്ടാകും. ഓരോ 1/2 കിലോമീറ്റർ കഴിയുമ്പോഴത്തേക്കും ഓരോ ക്രോസിങ്ങും ഉണ്ടാകും. അപ്പോഴത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും തെക്കും വടക്കും അല്ലെങ്കിൽ കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള വേർതിരിവ് ഈ ഹൈവേയിൽ ഉണ്ടാകില്ല. മറ്റുള്ള ഹൈവേയിൽ ഇതിന് തുറവൂര് മുതൽ തെക്കോട്ടുള്ള ഹൈവേയിൽ നമുക്കത് കാണാൻ പറ്റും. പക്ഷേ ഇവിടെ അത് അത്രയും പ്രശ്നം ഉണ്ടാകില്ല. വളരെ സുഗമമായിട്ട് വളരെ കൂളായിട്ട് സഞ്ചരിക്കാൻ പറ്റും. അടിയിൽ കൂടി പോകുമ്പോഴത്തേക്കും നമുക്കെന്ത് നല്ല നല്ല ശീതള ചായയാണ്. ഒരു AC-യിൽ നിന്ന് പോകുന്ന പോലെയാണ്. AC-യുടെ ആവശ്യമില്ല. അതുപോലത്തെ ക്ലൈമറ്റ് ഡ്രൈവിങ്, സുഖമായിട്ട് ഡ്രൈവിംഗ് ആണ്. ഇപ്പോൾ പണി തീർന്നിട്ടില്ല. പണി തീർന്നു കഴിയുമ്പോഴത്തേക്കും ക്രോസിങ് ചെറിയ പ്രശ്നം ഉണ്ടാവുകയേക്കാം. എന്നാൽ ഒരു ലിമിറ്റഡ് സ്പീഡ് ഒരു 60 കിലോമീറ്റർ വരെ വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ലാതെ പോകാൻ പറ്റുകയും. കാന നിർമ്മാണം മുഴുവനായിട്ടില്ല. ഉയരപ്പാതയുടെ മുകളിലുള്ള മഴവെള്ളം പൈപ്പ് വഴിയാണ് കാനയിലേക്ക് കൊണ്ടുപോകുന്നത്. അത് ചെറിയ മഴ പെയ്താൽ തന്നെ വെള്ളക്കെട്ടാണ്. അത് നാട്ടുകാർക്ക് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ചിലയിടത്തൊക്കെ അവരുടെ ആശങ്ക പങ്കുവച്ചിട്ടുണ്ട്. വെള്ളം കൂടുതലങ്ങ് വന്നു കഴിഞ്ഞാൽ അവിടെ വെള്ളക്കെട്ടായി പോകും. അവിടെ താമസിക്കുന്നത് താഴ്ന്ന ഇടത്താണ്. അവിടെ വെള്ളക്കെട്ടായി പോകുന്നൊക്കെ ഉള്ളൊരു ഇതുണ്ടാകും. സൈക്കിൾ പാത 2 മീറ്റർ വീതിയിൽ ഇൻ്റർലോക്ക് ടൈൽസ് വാങ്ങി ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. വളരെ വിശാലമായുള്ള താഴത്തെയുള്ള സർവീസ് റോഡാണുള്ളത്. ആവശ്യം വേണ്ട ബസ് ബേ, പാർക്കിംഗ്, ട്രാഫിക്, കാൽനട യാത്രക്കാർക്ക് നടപ്പാതെ എല്ലാം നമുക്കതിനകത്ത് സെറ്റ് ചെയ്യാൻ പറ്റും. വികസനം അതുപോലെ തന്നെ എൻജിനീയറിങ്ങിൻ്റെ മികവ് നമുക്കെല്ലാം ഇവിടെ ഈ ഹൈവേയിൽ കാണാൻ പറ്റും. ഇതിന് തെക്കോട്ട് പോകുമ്പോഴേക്കും നമുക്ക് അതിൻ്റെ പാകപ്പിഴകൾ ഒത്തിരിയുണ്ട്. അത് ഒരു ഇരുണ്ടതും ഇത് ഒരു നല്ല വികസനം നമുക്ക് നല്ല രീതിയിൽ കാണിക്കുന്നതാണ്. വളരെ വിശാലമായ താഴെയുള്ള സർവീസ് റോഡുണ്ട്. മേളിലെ സുഗമമായ ബ്രേക്ക് കൊടുക്കാതെ തന്നെ പോകാൻ പറ്റുന്ന ഹൈവേ. ഇതാണ് തുറവൂർ അരൂർ ഹൈവേയുടെ എലിവേറ്റഡ് ഹൈവേയുടെ വിശേഷങ്ങൾ. മിക്കവാറും ഈ വർഷം അവസാനമാവും എല്ലാം പണിയെല്ലാം തീർന്ന്. ഇപ്പോൾ പെയിൻ്റടി ഒക്കെ നടന്നിട്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ പോകുമ്പോഴത്തേക്കും നമുക്ക് ഓരോ സൈഡിലും ചെല്ലുമ്പോൾ അറിയാൻ പറ്റും. അവിടെയെല്ലാം വർക്കാണ്. കൂടുതലും
ഹെവി എക്യുപ്മെൻസിൻ്റെ ഒരു ഇത് കാണാൻ പറ്റും നമുക്ക്. മറ്റുള്ള ഹൈവേയിൽ ഇത്രയും കാണാൻ പറ്റില്ല. ഇവിടെ ഒത്തിരി ഹെവി എക്യുപ്മെൻറ്റ്സ് ഉപയോഗിച്ചിട്ടുണ്ട്. ക്രെയിനായിട്ടും മറ്റേ ഗ്ലൈഡറായിട്ടും അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഗ്രൈഡറൊക്കെ കൊണ്ടുപോകുമ്പോഴത്തേക്കും വലിയ ക്രെയിൻ വേണം. അതുപോലെ പെയിൻറ്റിങ്ങിന് ഇതൊക്കെ കണ്ടത് പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ക്രെയിനാണ് അത്. അതിൻ്റെ മേളിൽ ആളുണ്ടാവും, അവർ പെയിൻറ്റ് ചെയ്തിരിക്കുക. വളരെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഏതായാലും 50,000 പേരുടെ ജീവൻ എടുത്തിട്ടുണ്ട് ഈ പാത. ഒരു പ്രാവശ്യം ഒരു ഗ്രൈഡർ തെന്നി ഒരു വണ്ടിയുടെ മേത്ത് വീണ് ഒരാൾ ഓൺ ദ സ്പോട്ടിൽ മരിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എന്നാലും വളരെ മെച്ചമായ രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇതൊരു റാമ്പാണ്, നമുക്ക് അവിടെ നിന്ന് ഹൈവേയിൽ നിന്ന് താഴോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ളതാണ്. അങ്ങനെ 2-3 റാമ്പ് കൊടുത്തിട്ടുണ്ട്. ഒരെണ്ണം അരൂർ ജംഗ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് നേരെ തോപ്പുംപടിക്ക് പോകാൻ വേണ്ടി, ഫോർട്ട് കൊച്ചി തോട്ടുംപടി ഏരിയയ്ക്ക് പോകാൻ വേണ്ടിയുണ്ട്. പിന്നെ തെക്കോട്ട് പോകുമ്പോഴത്തേക്കും കുത്തിയോട് കൊടുത്തിട്ടുണ്ട്, തുറവൂർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ബൈ, വീണ്ടും കാണാം. താങ്ക് യു.